എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ ഒന്നുകിൽ പിണങ്ങിയിരിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ മോഡിലുള്ള ഒരാൾ എന്നുള്ളതാണ് കാണുന്നത്. ശരിക്കും ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ വിടാൻ തയ്യാറല്ല. നിങ്ങളോട് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ കൈയും കാലും ഒക്കെ കെട്ടി കണ്ണൊക്കെ അടച്ചു നിന്നിട്ട് അദ്ദേഹത്തെ മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴും ഉള്ളത്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അറിയാവുന്ന ഒരാൾക്ക് ഇത് ഒട്ടും ഫെയർ അല്ലാന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ കൂടി നിങ്ങൾ അദ്ദേഹത്തെ മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ്ഡ് ആകൂ എന്നുള്ളതാണ്. നിങ്ങൾ കണ്ണും തുറന്ന് നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കൂ. ഈ വിട്ടു പോയ മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഹി ഓർ ഷീ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ, ജെന്യൂൻ ആയിട്ടുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു ലവ് ആണോ എന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് വിട്ടു പോയി കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ഓർത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നോ? കൂടെ ഉള്ള പേഴ്സൺ അല്ല, നിങ്ങളെ വേണ്ടാവെന്ന് പറഞ്ഞു പോയ ഒരു പേഴ്സൺ, പക്ഷെ ആ പേഴ്സണെ തന്നെ നിങ്ങൾ ഇപ്പോഴും കണ്ണും നട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് അത് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കൂ, ആ ഒരു എനർജി മനസ്സിലാക്കൂ എന്നുള്ളതാണ്. ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഡൗൺ ആയി ഇരിക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. ഓക്കെ, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത് ഡെത്ത് എന്ന് പറഞ്ഞ ഒരു മേജർ അർക്കാന കാർഡാണ്. ഇത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ജീവിതത്തിൽ എന്ത് തന്നെയായാലും ഇത് കടന്നു പോകേണ്ടതാണ്. ആ ഒരു ഫേസിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദനകളൊക്കെ ചിലപ്പോൾ തന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. പക്ഷേ അത് നിങ്ങളുടെ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് ലൈഫാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ചിലപ്പോൾ വളരെ അപ്സ് ആൻഡ് ഡൗൺസ് ആൻഡ് അപ്സ് എന്ന് പറയുന്നത് പോലെ അത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ലൈഫ് നിങ്ങളിലേക്ക് എത്തിക്കുമോ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇത് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ്. നിങ്ങളെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു ലെസൺ ആക്കി മാറ്റി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ടി കൂടി എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുക, ജീവിക്കുക, സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക.